ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട്. അരക്കപ്പ് മതി കേട്ടോ. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അത് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരക്കപ്പ് അവില്, പിന്നെ 1 കപ്പ് ചിരകിയ തേങ്ങ, അരക്കപ്പ് ഈന്തപ്പഴം, ഇതൊക്കെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ കുക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ റോസ്റ്റായി വരണം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈന്തപ്പഴം വളരെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലെ വലിയ പീസാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ചൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് അരച്ചും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. നല്ല മധുരമാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് അത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ തേങ്ങ ഉണ്ടല്ലോ നല്ലപോലെ ഒന്ന് വിളഞ്ഞ് വരണം കേട്ടോ. നമ്മൾ ബെണ്ടിയൊക്കെ തയ്യാറാക്കുന്നില്ല അതുപോലെ ആയി വരണം കേട്ടോ തേങ്ങ. പിന്നെ ഇതിലേക്ക് അവില് കൂടി ഇട്ട് കൊടുക്കാം. അതും അരക്കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വിളഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ റവ ഇവിടെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. റവയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ചേർക്കരുത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ ഇത് മസാലയിലേക്ക് കുറച്ച് ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം. അതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് തേങ്ങത് നല്ലപോലെ വിളഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ബെണ്ടിയൊക്കെ തയ്യാറാക്കുന്നില്ല അതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരുപാട് ചൂടാറാവരുത് കേട്ടോ. ഇത് ഇതുപോലെ മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാറാട്ടെ, അതുവരെ വെക്കാം. അപ്പോഴേക്ക് നമ്മുടെ റവ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ട് കൊടുക്കാം. മൈദ 2 ടേബിൾ സ്പൂൺ അല്ല, അതിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല കുറച്ച് കട്ടി ഉണ്ടാവണം കേട്ടോ. നമ്മൾ ബോണ്ടയൊക്കെ തയ്യാറാക്കുന്നില്ല അതുപോലെ ഒരു കട്ടി ഉണ്ടാവണം. പിന്നെ ഇത് കുറച്ച് ചൂട് പോയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഒരുപാട് ചൂട് പോകാൻ നിൽക്കരുത് കേട്ടോ. ചെറിയ ചൂട് ഉണ്ടാവുകയും വേണം. അപ്പോൾ എന്നിട്ട് നല്ലപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഞാനെല്ലാം ബോൾസ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിൽ നല്ലപോലെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോന്ന് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ആ റവയുടെ മിക്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് തിക്നെസ് ഉണ്ടാവണം കേട്ടോ. മുങ്ങാൻ വിധത്തിലുള്ള തിക്നെസ് ഉണ്ടാവണം. അതിനനുസരിച്ചിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്യാം. റവ ആയതുകൊണ്ട് കുറച്ച് ഫ്രൈ ആകാൻ ടൈം എടുക്കും കേട്ടോ. മൈദ പോലെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാനിവിടെ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും മധുരമുള്ള ഐറ്റം ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ വീഡിയോസ് നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.